വെൽക്കം ടു സോണിയാസ് കിച്ചൺ. ഇപ്പം ഞാനിവിടെ തട്ടുകടയിൽ ഇതുപോലെ ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോസുകളൊക്കെ കാണുന്നത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബൗളിൽ ഒരു ബൗള് മൈദയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കടകളിൽ ഫുഡ് കളറാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഞാനിവിടെ അതിലൊരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞാൻ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ പകരം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ, അര സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ ഷുഗർ. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്. കാരണം അത് നല്ല പഫി ആയിട്ടിരിക്കുന്നതാണ്. പഴംപൊരിക്കുള്ള മാവിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇത് കലക്കി എടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആവരുത്. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് പഴത്തിൽ പിടിക്കാതിരിക്കും. ഇതിലിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു 2 മിനിറ്റ് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഈ പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ഇതുണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഒരു 1/4 സ്പൂണോളം ജീരകം കൂടി ക്രഷ് ചെയ്ത് ചേർത്തതാണ്. ഈ ജീരകം ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും പഴം നമുക്ക് മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഞാനിപ്പം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പഴം എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പഴമായിരുന്നുകൊണ്ട് ഞാൻ നടുവെയാണ് മുറിച്ചിരിക്കുന്നത്. അതിപ്പോൾ വലിയ പഴമൊക്കെ ആണെങ്കിൽ 3ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.